ഓഡിറ്റിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ തുടർച്ചയായി അതിൻ്റെ മറ്റ് ഓഡിറ്റിന് തന്നെ മറ്റ് ചില ഏരിയ നമുക്കിന്ന് ചർച്ച ചെയ്ത് നോക്കാം. അതുകൊണ്ട് എല്ലാവരെയും വീണ്ടും ഈ ഓഡിറ്റ് സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ക്ലാസ് 1 PACS though working in net loss is bound to pay rupees dash as education fund as per rule 53. അപ്പോൾ നമ്മൾ ഇത് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല, ഇത് നമ്മൾ അറ്റാദായ വിഭജനം, അതായത് സെക്ഷൻ 56ഉം റൂൾ 53യിലും വരുന്ന സംഗതിയാണ്. പക്ഷേ ഇത് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഫണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടായതുകൊണ്ട് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഫണ്ടും റിസർവ് ഫണ്ടും പോലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ സെറ്റ് അപ്പാർട്ട് ചെയ്ത് മാറ്റിവെക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ വന്നത്. ചോദ്യം ഇതാണ്, ഒരു സംഘം നഷ്ടത്തിലായാൽ പോലും അത് ഓഡിറ്റ് ഫീ അടയ്ക്കേണ്ടതുണ്ട്. നേരത്തെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന 5% കൂടാത്ത തുക, അത് മാക്സിമം 60,000 രൂപ മാത്രമേ എഡ്യൂക്കേഷൻ ഫണ്ടായിട്ട് അടക്കേണ്ടതുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ റൂൾ 53 ഭേദഗതി വരുത്തിയിട്ട് സംഘങ്ങൾ നഷ്ടത്തിലായാലും ഓഡിറ്റ് ഫീ അടയ്ക്കേണ്ടതുണ്ട് എന്ന വ്യവസ്ഥ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയുടെ ചോദ്യം ഇതാണ്, ഒരു ക്ലാസ് 1 PACS എന്ന് പറഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അത് ക്ലാസ് 1 സൊസൈറ്റി ആണെങ്കിൽ അത് നഷ്ടത്തിലാണെങ്കിലും എത്ര രൂപയാണ് അവർ എഡ്യൂക്കേഷൻ ഫണ്ടായിട്ട് അടയ്ക്കേണ്ടത്? അതിൻ്റെ ആൻസർ 3,000 ആണ്. അതിന് പ്രത്യേകം ഈ റൂൾ 53 പറയുമ്പോൾ നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. റൂൾ 53നെ പറ്റി സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഇത്രയും ഓർമ്മക്കൊണ്ടു, ഒരു സർവീസ് ബാങ്ക്, ക്ലാസ് 1 സർവീസ് ബാങ്കുകളെയാണ് PACS എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം, ഈ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നൊക്കെ പറയുന്നത് നമ്മുടെ റൂൾ 182 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷനാണ്. അതായത് ഒരു സംഘത്തിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ സംഘങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആസ് പെർ റൂൾ 182. ഈ 182ൽ സർവീസ് ബാങ്കുകളെ PACSകളെ ആകെ 7 ക്ലാസ്സുകളിലാണ് പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും മുകളിലുള്ളത് ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, അങ്ങനെ ഏറ്റവും താഴെ ക്ലാസ് 7 വരെ, അങ്ങനെ 7 ക്ലാസ്സുകളാണ് ഉള്ളത്. ഇത് ക്ലാസ് 1ൽ തന്നെ വീണ്ടും അതിന് സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡും ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡും. അപ്പോൾ ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെ നഷ്ടത്തിലായാൽ പോലും അവർ എഡ്യൂക്കേഷൻ ഒരു നിശ്ചിത സംഖ്യ എഡ്യൂക്കേഷൻ ഫണ്ടായി അടയ്ക്കേണ്ടതുണ്ടെന്ന് റൂൾ 53ൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്ലാസ് 1 സൊസൈറ്റി 3,000 രൂപയാണ് കൊടുക്കേണ്ടത്. ഇനി ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ A ഈസ് awarded to societies which obtained % or above marks in audit. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ, അപ്പം നേരത്തെ പറഞ്ഞു അക്കോർഡിംഗ് ടു ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻ റൂൾ 182 സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു, എസ്പെഷ്യലി ഈ നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ PACSനെ ക്രെഡിറ്റ് സൊസൈറ്റീസിന് 7 ക്ലാസ്സുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഓഡിറ്റർമാരാണ്. ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ നിയമത്തിലും ചട്ടത്തിലും അല്ല പറഞ്ഞിട്ടുള്ളത്, പകരം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേരള കോഓപ്പറേറ്റീവ് ഓഡിറ്റ് മാനുവലാണ്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഓഡിറ്ററുടെ മറ്റൊരു പ്രധാനപ്പെട്ട ജോലിയാണ് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ബേസ്, ആക്ടിവിറ്റീസ്, ബിസിനസ് ടേൺ ഓവർ, ഓവർ ഡി പൊസിഷൻ, അതുവരെ മറ്റ് ക്യാപിറ്റൽ അഡിക്വസി, ഇങ്ങനെയുള്ള ഒരു 5-6 ക്രൈറ്റീരിയ അല്ലെങ്കിൽ യാർഡ് സ്റ്റിക്ക് നോക്കി ഓഡിറ്റർ അതിന് മാർക്ക് കൊടുക്കണം. ആകെ മാർക്ക് 100. 100ൽ 60% ആൻഡ് എബോവ് കിട്ടിക്കഴിഞ്ഞാൽ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ A ക്ലാസ് ബാങ്ക് എന്ന് പറയും. അപ്പോൾ ഓഡിറ്റ് നടത്തുന്നതിനിടയിൽ അതിൻ്റെ
പല കാര്യങ്ങളും എന്ന് പറയാൻ അതിൻ്റെ സർവ്വതല സ്പർശിയായിട്ട് വേണം ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ കൊടുക്കുക. കാരണം അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ മുതൽ മാനേജ്മെൻറ്റ്, കണക്കെഴുതുന്ന രീതി, ഓഡിറ്റ് ഡിഫക്റ്റുകൾ റെക്ടിഫൈ ചെയ്യുന്നത്, പിന്നെ ഹോൾഡിംഗ് ഓഫ് ജനറൽ ബോഡി ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഏറ്റവും ഒടുവിൽ അതർ ആക്ടിവിറ്റീസ് വരെ, അതായത് ഇവരുടെ മറ്റ് ജോലികൾ വരെ വിലയിരുത്തിക്കൊണ്ടാണ് ഓഡിറ്റർ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്ക് 100-ൽ 60% എബോവ് ആണെങ്കിൽ എ ക്ലാസ് ബാങ്കും, 59-നും അതുപോലെ 50-നും ഇടയിലാണെങ്കിൽ 50%-ഉം അതുപോലെ ഈ 59 വരെയാണെങ്കിൽ അത് ബി ക്ലാസ് ബാങ്കും, അതിന് ചുവടെ 35 മാർക്ക് മുതൽ മുകളിലോട്ടാണെങ്കിൽ അതിന് സി ക്ലാസ്സും കൊടുക്കും. 35% മാർക്ക് കിട്ടാത്ത മറ്റ് സംഘങ്ങളെ ഡി ക്ലാസ്സിലുമാണ് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ എ, ബി, സി, ഡി ഇങ്ങനെ 4 ക്ലാസ്സുകളായിട്ടാണ് സംഘങ്ങളെ ഓഡിറ്റർ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഡിറ്ററുടെ മാത്രം റൈറ്റാണ്, അവരുടെ മാത്രം പിന്നെ അധികാര പരിധിയിൽ പെടുന്നതാണ്. ഇനി ഒരു സംഘം രജിസ്റ്റർ ചെയ്താൽ ആദ്യത്തെ 3 വർഷം ക്ലാസിഫൈ ചെയ്യേണ്ടതില്ല എന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 വർഷത്തിന് ശേഷം ഓഡിറ്റർ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, എത്ര ശതമാനം മാർക്ക് കിട്ടിയ സംഘങ്ങളെയാണ് ഓഡിറ്റർ ക്ലാസ് എ എന്ന് അവാർഡ് ചെയ്യുന്നത്? അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടി 60%. ഇനി ദി സെക്ഷൻ ഡാഷ് എംപവേഴ്സ് ദി ഓഡിറ്റർ ടു ഇഷ്യൂ സമൻസ് ടു എ പേഴ്സൺ ഓർ ഓഫീസർ ടു പ്രൊഡ്യൂസ് ക്യാഷ് ഓർ റെക്കോർഡ്സ്. അപ്പോൾ ഏതോ ഒരു വകുപ്പ് ഓഡിറ്റർമാർക്ക് വ്യക്തികളെയോ ഓഫീസർമാരെയോ, അതായത് മെമ്പർമാരെയോ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസർമാരെയോ ഒക്കെ സമൺ ചെയ്ത് വിളിക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. ആ വകുപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം വകുപ്പ് പറയുന്നത് 64. അപ്പോൾ 64-ാം വകുപ്പിലാന്ന് പറയുന്നത്. ഓർമ്മിക്കേണ്ടത്, റോഡിലൂടെ പോകുന്ന ആളെയൊന്നും വിളിക്കാൻ പറ്റില്ല. ഓഡിറ്റർക്ക് ഈ സംഘത്തിൻ്റെ ട്രാൻസാക്ഷനുമായി ബന്ധമുള്ള, സംഘത്തിൻ്റെ ബിസിനസ് അഫയേഴ്സുമായി ബന്ധമുള്ള റെക്കോർഡുകൾ ആരുടെയും കയ്യിലുണ്ടെന്ന് ബോധ്യമാവുകയാണെങ്കിൽ, സംഘത്തിലെ ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഏതെല്ലാം വ്യക്തികളുടെ കയ്യിലുണ്ടോ അത്തരം വ്യക്തികൾ, അത് മെമ്പറായാലും ശരി, അവിടുത്തെ സ്റ്റാഫായാലും ശരി, ഡയറക്ടേഴ്സ് ആയാലും പ്രസിഡൻ്റ് ആയാലും, അവരൊക്കെ സമൻസ് അയച്ച് വിളിച്ചു വരുത്താം. അതിനുള്ള വകുപ്പാണ് വകുപ്പ് 64. ടു ബി പ്രിസൈസ് 64-ൽ 1B. അപ്പോൾ 64-ൽ 1-ാം ഉപവകുപ്പിൽ ബി ആയിട്ടാണ് ഇത് വ്യവസ്ഥയുള്ളത്. ഇനി അടുത്തത്, ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ടു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് ഷെഡ്യൂൾസ് ആസ് റിക്വയർഡ് ബൈ ദി ഓഡിറ്റർ വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദി ക്ലോസ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ. അപ്പോൾ സെക്ഷൻ 64-ൽ സബ്സെക്ഷൻ 4-ൽ പറയുന്നുണ്ട്, അത് ഒരു ടൈം അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഓഡിറ്റ് എങ്ങനെയാണ് പൂർത്തിയാക്കുക. അപ്പോൾ ഓഡിറ്റ് ഇപ്പോൾ ശരിക്കും ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടാണ് ഉള്ളത്. മാർച്ച് 31 കഴിഞ്ഞാൽ, സാമ്പത്തിക വർഷം അവസാനിച്ചു കഴിഞ്ഞാൽ, ഇത്ര മാസത്തിനകം നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് അവിടുത്തെ ഫൈനൽ അക്കൗണ്ട്സ് പറയുന്ന പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് ഷെഡ്യൂൾസ് ആസ് റിക്വയർഡ് ബൈ ദി ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്റിന് ആവശ്യമായ മുഴുവൻ റെക്കോർഡുകളും, മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ്സും, മുഴുവൻ സർട്ടിഫിക്കറ്റ്സും, മുഴുവൻ ഷെഡ്യൂൾസും നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് തയ്യാറാക്കിയിട്ട് വെക്കേണ്ടതുണ്ട്. അതിൻ്റെ ടൈം ലിമിറ്റാണ് ചോദിക്കുന്നത്. അത് ടൈം ലിമിറ്റ് വിത്തിൻ 1 month. സോ വിത്തിൻ 1 month ഫ്രം ദി ക്ലോസ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ ദി ചീഫ് എക്സിക്യൂട്ടീവ് ഷാൾ പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് ഓൾ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിക്വയർഡ് ബൈ ദി ഓഡിറ്റർ. സോ ഈ പറയുന്ന ജോലി അയാളുടെ റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. അത് വകുപ്പ് 64-ൽ 4. Any dash is the register for recording the defects pointed out in the audit certificate and how they are rectified. അപ്പോൾ ഒരു സംഘത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഏതൊക്കെയാണ് എന്ന്
പറയുന്ന ചട്ടമാണ് ചട്ടം 29. അപ്പോൾ റൂൾ 29 പറയുന്നുണ്ട്, ദി രജിസ്ട്രാർ ഷാൾ പ്രിസ്ക്രൈബ് the various registers and books of accounts to be maintained by a cooperative society. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏതേത് രജിസ്റ്ററുകളും ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് റെക്കമെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്ക് മാത്രമാണ്. അപ്പം ഈ രജിസ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് റൂൾ 29 പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു രജിസ്റ്ററാണ് ഓഡിറ്റ് ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. അപ്പോൾ ഒരു ഓഡിറ്റർ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഹിസ് ഓഡിറ്റ് ഹി മേ കം അക്രോസ് വിത്ത് മെനി ഡിഫക്ട്സ്, ഷോർട്ട് കമ്മിങ്സ്, മിസ്റ്റേക്സ്, എറേഴ്സ്, സംടൈംസ് ഇറഗുലാരിറ്റീസ്. ഇങ്ങനെയുള്ള സംഗതികൾ ഓഡിറ്റർ കണ്ടെത്തുമ്പം അത് ഇങ്ങേര് എവിടെയാണ് എഴുതി വെക്കേണ്ടതെന്ന ചോദ്യം. ആ ഉത്തരം തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് ഇങ്ങനെ കണ്ടെത്തുന്ന ഓഡിറ്റ് ഡിഫക്റ്റുകൾ ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു സമ്മറി ഓഫ് ഡിഫക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു വരും. ആ സമ്മറി ഓഫ് ഡിഫക്ട്സ് നമ്മളെ സംഘം അവർക്ക് ഓഡിറ്റ് കഴിഞ്ഞ് ഒരു മാസത്തിനകം, അതായത് ഓഡിറ്റ് റിപ്പോർട്ട് DCAൻ്റെ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ 3 മാസത്തിനകം ഇത് സംഘത്തിന് അയച്ചു കൊടുക്കണം. ആ അയച്ചു കിട്ടുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ ഈ ഓഡിറ്റർ ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ, ഡിഫക്ട്സ് അല്ലെങ്കിൽ സമ്മറി ഓഫ് ഡിഫക്ട്സ് ഏത് രജിസ്റ്ററിൽ എഴുതി വെക്കണം എന്നാണ് ചട്ടം 29 പറയുന്നത് എന്ന ചോദ്യം. ഉത്തരം ഓഡിറ്റ് ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ. അപ്പോൾ ഓഡിറ്റ് ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് റൂൾ 29 M ആയിട്ട്, M ഫോർ മാംഗോ, M ആയിട്ടാണ് ഈ രജിസ്റ്റർ അവിടെ റൂൾ 29 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ രജിസ്റ്റർ യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദി ഓഡിറ്റ് ഡിഫക്ട്സ് പോയിൻറ്റഡ് ഔട്ട് ഇൻ ദി audit report by the auditor. 23rd, audit defect rectification report as approved by the general body shall be submitted to the registrar and the director of cooperative audit within dash months from the date of receipt of audit certificate. അപ്പോൾ അത് സെക്ഷൻ 64 12ാം സബ്സെക്ഷൻ, 64ാം വകുപ്പിലെ 12ാം സബ്സെക്ഷനിലെ ABC എങ്ങനെ 3 വ്യവസ്ഥകളാണുള്ളത്. അതിൽ C എന്ന് പറയുന്ന വ്യവസ്ഥ പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് സംഘത്തിന് കിട്ടിയാൽ ആ കിട്ടിയ തീയതി മുതൽ 2 മാസത്തിനകം, ഞാൻ നേരത്തെ പറഞ്ഞു ഓഡിറ്റും അതുമായിട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസ് മുഴുവനും ഷെഡ്യൂൾ ചെയ്യപ്പെട്ടു. ആ ഷെഡ്യൂൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സംഘത്തിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി 2 മാസത്തിനുള്ളിൽ അവർ ഇതിൻ്റെ മുകളിലുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ജനറൽ ബോഡി വിളിച്ചുകൂട്ടി ഓഡിറ്റ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ചു. ഈ പൊതുയോഗത്തിൻ്റെ അംഗീകാരം വാങ്ങി ഈ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്കും അതുപോലെ മറ്റൊരു കോപ്പി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനും അയച്ചു കൊടുക്കണം. അപ്പോൾ ചോദ്യത്തിൻ്റെ ആൻസർ ഇതാണ്, വിത്തിൻ എത്ര മാസം എന്നാണ്. അപ്പോൾ ഉത്തരം വിത്തിൻ 2 months. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഒരു സൊസൈറ്റിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയ തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അവർ ഈ ന്യൂനതകൾ മുഴുവനും, അതായത് ഓഡിറ്റ് റിപ്പോർട്ടിലെ ന്യൂനതകൾ ഡിഫക്ട്സ് മുഴുവനും ഓഡിറ്റ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ രജിസ്റ്ററിൻ്റെ അകത്ത് എഴുതി അത് പരിഹരിച്ച് പൊതുയോഗം മുമ്പാകെ അവതരിപ്പിച്ച് ആ പൊതുയോഗത്തിൽ പാസ്സാക്കുന്ന റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ഡയറക്ടർക്കും മറ്റൊരു കോപ്പി രജിസ്ട്രാർക്കും അയക്കണം. ഇതിനെല്ലാം ചേർന്ന് അനുവദിക്കപ്പെട്ട സമയം 2 മാസം മാത്രമാണ്. അപ്പോൾ 2 മാസത്തിനുള്ളിൽ സംഘം പൊതുയോഗം ഉൾപ്പെടെ വിളിച്ചു കൂട്ടിയിട്ട് വേണം ഈ ഓഡിറ്റ് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് അംഗീകരിച്ച് ഈ ഓഫീസിലേക്ക് രജിസ്ട്രാറുടെയും അതുപോലെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെയും ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാൻ.
ഇനി ദി ഓഡിറ്റർ ഷാൾ സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് to the DCA within dash months from the date of receipt of financial statements from the society. സെക്ഷൻ 64 5 പറയുന്ന ഇതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 64 പറഞ്ഞത് ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി Chief Executive to prepare the final accounts and all other schedules as required by the auditor. ഓഡിറ്റിന് ആവശ്യമായ ഫൈനൽ അക്കൗണ്ട്സും ഇനി ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വരവ് ചെലവ് കണക്ക്, അതായത് R&D സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. ഇത് 3ഉം നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് അഥവാ സെക്രട്ടറി പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായിട്ട് ഓഡിറ്റിന് ആവശ്യമായ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ സർട്ടിഫിക്കറ്റുകളും മറ്റും തയ്യാറാക്കി 1 മാസത്തിനുള്ളിൽ ഇത് ബോർഡിൽ വെക്കണം. ബോർഡ് അത് പറയുന്നത് സെക്ഷൻ 64 4A ഇനി ഞാൻ പറയുന്ന കാര്യം പറയുന്നത്. ഇപ്പം പറഞ്ഞത് 64 4. അപ്പോൾ 64 4A പറയുന്നത് ഈ ചീഫ് എക്സിക്യൂട്ടീവ് തയ്യാറാക്കി ഭരണസമിതിയിൽ വെച്ച ഓഡിറ്റ് ഫൈനൽ അക്കൗണ്ട്സും മറ്റ് എൻക്ലോഷേഴ്സും മുഴുവനായും ഭരണസമിതി പരിശോധിച്ച് അതിൻ്റെ ആക്യുറസിയും കറക്റ്റ്നെസ്സും അത് ഈ ഫൈനൽ അക്കൗണ്ട്സ് കാണിക്കുന്ന എക്സിബിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ പൊസിഷനും അതിൻ്റെ നെറ്റ് പ്രോഫിറ്റോ അല്ലെ നെറ്റ് ലോസോ ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് ഉറപ്പുവരുത്തി ഭരണസമിതി ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ അംഗീകരിച്ച് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കോപ്പി രജിസ്ട്രാർ ഓഫീസിലേക്കും, അതായത് RCSൻ്റെ ഓഫീസിലേക്കും, ജില്ലയിലാണെങ്കിൽ ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഓഫീസിലേക്കും, അതുപോലെ മറ്റൊരു കോപ്പി ഓഡിറ്റ് ഓഫീസിലേക്കും അയച്ചു കൊടുക്കാൻ അവർക്കും കൊടുത്തിരിക്കുന്ന സമയം 1 മാസമാണ്. അപ്പം ഏപ്രിൽ 30 മുമ്പായി സെക്രട്ടറി തയ്യാറാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റ് കാര്യങ്ങളും ഭരണസമിതി മുമ്പാകെ വെക്കുകയും ഭരണസമിതി 1 മാസത്തിനുള്ളിൽ ഇത് മുഴുവൻ പരിശോധിച്ച് അത് കൃത്യമാണെന്നും പൂർണ്ണമാണെന്നും കറക്റ്റാണെന്നും കംപ്ലീറ്റ് ആണെന്നും അത് കാണിക്കുന്ന ഫൈനാൻഷ്യൽ പൊസിഷൻ ട്രൂ ആൻഡ് ഫെയർ ആണെന്നും ഉറപ്പുവരുത്തി അവർ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം അവർ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അംഗീകരിച്ച് 1 കോപ്പി രജിസ്ട്രാർക്കും 1 കോപ്പി ഓഡിറ്റ് ഓഫീസിലേക്കും അയക്കണം. ഒരു ഓഡിറ്റർ എത്ര മാസത്തിനകം തൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫീസിൽ സമർപ്പിക്കണം? അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഇനി വായിക്കാൻ നേരം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും. ദി ഓഡിറ്റർ ഷാൾ സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദി DCA വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദി സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ഭരണസമിതി അംഗീകരിച്ച് കൊടുത്ത ഈ ഫൈനൽ അക്കൗണ്ട്സും അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫീസിലെത്തിയതിന് ശേഷം ഓഡിറ്റർക്ക് എടുക്കാവുന്ന ഓഡിറ്റ് പൂർത്തിയാക്കാൻ എടുക്കാവുന്ന മാസത്തിൻ്റെ എണ്ണ ചോദിച്ചത്. അപ്പോൾ ആൻസർ 4 months. അപ്പോൾ ഒരു ഓഡിറ്റർ എന്ത് വേണം? തനിക്ക് ഓഫീസിൽ നിന്ന് ഒരു സംഘത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 4 months he has to complete the audit and submit the audit report. In dash is the first duty of an auditor in a society. So when an auditor visits a cooperative society for the purpose of audit, what is his first duty on his arrival? Options: vouching, stock verification, verification of cash, 4th one checking of day book. എല്ലാവർക്കും അറിയാം. On arrival, the first duty of an auditor is verification of cash. Cooperative audit is not only a financial audit but also a dash audit: cost audit, management audit, administrative audit, social audit. Answer is അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റിയാണ് ദി
കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻക്ലൂഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഓൾസോ. വെറും ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് മാത്രമല്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാത്രമല്ല, അതിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സ്, ബിസിനസ് അഫയേഴ്സ്, ഹൗ ദി സൊസൈറ്റി ഈസ് റണ്ണിങ്, വെദർ ഇറ്റ് ഈസ് ഇൻ കൺഫേമിറ്റി വിത്ത് ദി cooperative principles or whether they are strictly following the provisions of act and rules. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായും സമഗ്രമായും ഓഡിറ്റിൽ പരിശോധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കൂടി കോപ്പറേറ്റീവ് ഓഡിറ്റിൽ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി എ ഫൈനാൻഷ്യൽ ഓഡിറ്റ് ബട്ട് ഓൾസോ an administrative audit also. Cooperative audit is a close examination of financial transactions, maintenance of books of accounts, documents and other records of a business, and includes dash into the affairs of the society. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, maintenance of books of accounts, documents and other records of a business, and includes dash. ഉത്തരം includes inquiry into the affairs of the society. അപ്പം കോപ്പറേറ്റീവ് ഓഡിറ്റിന് ഓഡിറ്റർക്ക് എന്ത് ഡ്യൂട്ടിയും കൂടിയുണ്ട്? ഹി ഹാസ് ടു എൻക്വയർ ഇൻ ടു ദി affairs of the society. അപ്പോൾ he has to conduct an enquiry also during the course of his audit to verify whether the society has been running in healthy lines and in compliance with the cooperative principles. അതുകൊണ്ട് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എൻക്വയറി കൂടി ഉൾപ്പെടുന്നതാണ്. അടുത്ത ഡാഷ് ഈസ് ദി സ്പെഷ്യൽ ഡ്യൂട്ടി, സ്പെഷ്യൽ ഓഡിറ്റ് ഡൺ ബൈ ദി സുപ്പീരിയർ ഓഫീസർ ടു അസർട്ടൈൻ വെദർ ദി ഓഡിറ്റ് ഈസ് ഡൺ കറക്റ്റ്ലി. കോപ്പറേറ്റീവ് ഓഡിറ്റിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകതയാണ്, ഒരു സുപ്പീരിയർ ഓഫീസർ തൻ്റെ ജൂനിയറുടെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ആ ജൂനിയർ ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടും ഓഡിറ്റ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്തുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമാണോ അദ്ദേഹം ബാലൻസ് ഷീറ്റും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ അസസ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സുപ്പീരിയർ ഓഫീസർ നടത്തുന്ന ഓഡിറ്റിന് പറയുന്ന പേരെന്താണെന്ന് അവിടെ ചോദിക്കുന്നത്. ഉത്തരം അതിന് പറയുക ടെസ്റ്റ് ഓഡിറ്റ്. സോ ടെസ്റ്റ് ഓഡിറ്റ് മീൻസ് എ സ്പെഷ്യൽ ഓഡിറ്റ് ഡൺ ബൈ എ സുപ്പീരിയർ ഓഫീസർ ഓൺ എ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ എ ജൂനിയർ ഓഫീസർ. അപ്പോൾ അതാണ് ടെസ്റ്റ് ഓഡിറ്റ്. ഇനി ഡിഫെക്ട്സ് disclosed in audit will be brought to the notice of the society in the form of, അതായത് defects disclosed in audit will be brought to the notice of the society in the form of. ഓഡിറ്റർ തൻ്റെ ഓഡിറ്റിനിടയിൽ കണ്ടെത്തുന്ന ചെറുതും വലുതും മൈനറും സീരിയസും ഒക്കെ ആയിട്ടുള്ള ഈ ഡിഫക്റ്റുകൾ, മിസ്റ്റേക്സുകൾ, എറേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിലൂടെയാണ് അദ്ദേഹം സംഘത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്? അപ്പോൾ അതിന് പറയുന്ന പേരാണ് സമ്മറി ഓഫ് ഡിഫെക്ട്സ്. അപ്പോൾ സമ്മറി ഓഫ് ഡിഫെക്ട്സിലൂടെയാണ് ഓഡിറ്റർ തൻ്റെ ഡിഫെക്ട്സ് സംഘത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് ഡാഷ് ഓഡിറ്റ്. ഓപ്ഷൻസ്: സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, മെക്കാനിക്കൽ ഓഡിറ്റ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് statutory audit. Statutory audit means an audit made compulsory by a statute is called സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. നിയമം കൊണ്ട് നിർബന്ധിതമാക്കപ്പെട്ട ഓഡിറ്റാണ് നമ്മൾ സഹകരണ ഓഡിറ്റ്. അതുകൊണ്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ഈസ്, ഓഡിറ്ററുടെ
ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടികളിൽ ഒന്നാണ് എ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ്, ബി ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്, 3 എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെറ്റ്സ്, ഡി വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ്, അപ്പോൾ ഡ്യൂട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമതായിട്ട് നിൽക്കുന്ന ഡ്യൂട്ടിയാണ് ഉത്തരം വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഒരു സൊസൈറ്റിയുടെ അസറ്റ് ലയബിലിറ്റി അസസ് ചെയ്യാനുള്ള, വാല്യൂ ചെയ്യാനുള്ള റൈറ്റ്, അതിനുള്ള പവർ ഓഡിറ്റർക്ക് മാത്രമാണ്. വേറെ ഒരാൾക്കും ഒരു സൊസൈറ്റിയുടെ അസറ്റും ലയബിലിറ്റിയും വാല്യൂ ചെയ്യാനോ അസസ് ചെയ്യാനോ അനുവാദം ഇല്ല, അല്ലെങ്കിൽ അധികാരമില്ല. അപ്പോൾ ഓഡിറ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്ന് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് ഇൻട്രസ്റ്റ് thereon which are found irrecoverable can be written off only after they are certified as bad debts by dash. അപ്പോൾ ഒരു സംഘത്തിൽ നിന്ന് കൊടുത്ത ലോൺസ് ആൻഡ് അഡ്വാൻസസ് കിട്ടാക്കുറ്റിയായി ഒരിക്കലും തിരിച്ചടക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് എഴുതിത്തള്ളണം എങ്കിൽ ഇത് ബാഡ് ഡെറ്റാണ് എന്ന് ആര് സർട്ടിഫൈ ചെയ്യണമെന്ന ചോദ്യം. ഓപ്ഷൻസ് രജിസ്ട്രാർ, രണ്ടാമത്തത് ജനറൽ ബോഡി, 3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, 4 ഓഡിറ്റർ. അപ്പോൾ ഇവിടെ ഉത്തരം ഓഡിറ്റർ. കാരണം ഓഡിറ്റർ റൂൾ 62 പ്രകാരം ഒരു ഓഡിറ്റർ ഇത് ഇറിക്കവറബിൾ ആണ് എന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ അത് നമുക്ക് റൈറ്റ് ഓഫ് എഴുതിത്തള്ളാൻ വേണ്ടി പറ്റും. അപ്പോൾ എഴുതിത്തള്ളണമെങ്കിൽ ഒരു ഓഡിറ്റർ റൂൾ 62 പ്രകാരം അത് ബാഡ് ഡെറ്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്യണം. അപ്പം ബാഡ് ഡെറ്റായിട്ട് സർട്ടിഫൈ ചെയ്യാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ഓഡിറ്റർ മാത്രമാണ്. അടുത്തത്, an offence under section 64 is punishable under section dash of the act. An offence under section 64, സെക്ഷൻ 64-ലെ കുറേ വ്യവസ്ഥകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ വ്യവസ്ഥകൾ ലംഘിക്കുന്നത് നിയമത്തിലെ ഡാഷ് വകുപ്പിലെ വകുപ്പ് പ്രകാരം അത് കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ പ്രതിപാദിക്കുന്ന സെക്ഷൻ്റെ നമ്പറാണ് പറയേണ്ടത്. അത് നിങ്ങൾക്കറിയാം, സെക്ഷൻ 94-ലാണ് ഒഫൻസസ് പറയുന്നത്. ഇനി 64-ലെ ഒഫൻസുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ചീഫ് എക്സിക്യൂട്ടീവ് സാമ്പത്തിക വർഷം അവസാനിച്ച് 1 മാസത്തിനകം ഫൈനൽ അക്കൗണ്ട്സും ഓഡിറ്റിനാവശ്യമായ മറ്റ് കടലാസുകൾ, മറ്റ് ഡോക്യുമെൻറ്റ്സ് മുഴുവൻ തയ്യാറാക്കി ബോർഡിന് വെക്കണം. സെക്ഷൻ 64(4). അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊരു ഒഫൻസാണ്. പിന്നെ രണ്ടാമത്തെ പറയുന്നത് 64(4)(a) ബോർഡിൻ്റെ കയ്യിൽ കിട്ടിയ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവർ പരിശോധിച്ച് അത് സർട്ടിഫൈ ചെയ്യണം. അത് കറക്റ്റാണ്, കംപ്ലീറ്റ് ആണ്, അതിൻ്റെ സാമ്പത്തിക ചിത്രം ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്കും മറ്റൊരു കോപ്പി ഓഡിറ്റ് ഓഫീസിലേക്കും 1 മാസത്തിനകം അയച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും അതൊരു ഓഫൻസാണ്. അപ്പോൾ ഇങ്ങനെ ഈ 64-ൽ പറയുന്ന ഓരോ ജോലിയും ആ സമയക്രമം അനുസരിച്ച് ചെയ്തില്ല എങ്കിൽ അതിനെയൊക്കെ 94-ാം വകുപ്പ് പ്രകാരം കുറ്റകൃത്യത്തിൻ്റെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നു. When records or cash balance of a society are not forthcoming when requested for verbally by an auditor, he can issue dash under section 64(2)(b). ഞാൻ നേരത്തെ 64(1)(b) എന്നാണ് പറഞ്ഞു പോയത്. സെക്ഷൻ 64-ൽ 2(b) എന്ന് തിരുത്തി വായിക്കണം. അതായത് ഓഡിറ്റർ, നമ്മൾ പറഞ്ഞു, ഒരു ഓഡിറ്റർ ഓൺ ഹിസ് അറൈവൽ at a society for audit purpose, his first duty is to verify the cash balance. So he demands cash balance for verification. When he demanded for cash, if the cash is not produced, when he requested for the cash balance verbally means വാക്കിലൂടെ എനിക്ക് ക്യാഷ് പരിശോധിക്കാൻ ക്യാഷ് വേണം എന്ന് പറഞ്ഞിട്ട് ക്യാഷ് തന്നില്ലെങ്കിലോ,
അല്ലെങ്കിൽ റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇന്ന റെക്കോർഡ്സ് അവിടെ വേണം, എൻ്റെ മുന്നിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് തന്നില്ലെങ്കിലോ ഇങ്ങേര് എന്താണ് ചെയ്യാൻ 64(2)(b) പറയുന്നതെന്ന് ചോദ്യം. ഉത്തരം ഓപ്ഷൻസ്: രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കാം, വാറണ്ട് അയക്കാം, 3 ഒരു ഓർഡർ കൊടുക്കാം, 4 സമൻസ് അയക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാഷ് വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ റെക്കോർഡ്സ് വന്നിട്ടില്ലെങ്കിൽ സെക്ഷൻ 64(2)(b) പറയുന്നുണ്ട് ഓഡിറ്റർ ക്യാൻ ഇഷ്യൂ സമൻസ്. അപ്പം അങ്ങേർക്ക് ഇവർക്ക് സമൻസ് അയക്കാം. സമൻസ് അയച്ച് ഇത് ആരുടെ കയ്യിലാണുള്ളത് അവരെ വിളിച്ചു വരുത്തി ഈ സംഗതി വാങ്ങിക്കാം. ഇനി an auditor can be held criminally liable if he dash a balance sheet knowing it to be false. തെറ്റാണ്, കളവാണ്, അല്ലെങ്കിൽ വസ്തുതാപരമായി ശരിയല്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു ഓഡിറ്റർ ഒരു ബാലൻസ് ഷീറ്റ് ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്താവുന്നതാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എൻ ഓഡിറ്റർ ക്യാൻ ബി ഹെൽഡ് ക്രിമിനലി ലയബിൾ. അയാൾ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടായിത്തീരും എപ്പോഴ് വെൻ ഹി സർട്ടിഫൈസ് എ ബാലൻസ് ഷീറ്റ് നോയിങ് ഇറ്റ് ടു ബി ഫോൾസ്. ആ ഒരു ബാലൻസ് ഷീറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇഫ് ഹി വെരിഫൈസ് ഓർ ഇഫ് ഹി സർട്ടിഫൈസ് that balance is true and fair, then he can be held criminally responsible and the auditor can be hauled up before a court of law. ഒരു കോടതി കയറ്റാനും ഓഡിറ്ററെ സാധിക്കും. എങ്ങനെ? അയാൾ അറിഞ്ഞുകൊണ്ട് തെറ്റാണ്, കളവാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റായ ബാലൻസ് ഷീറ്റ് സർട്ടിഫൈ ചെയ്താൽ. റൂൾ ഡാഷ് lays down the cooperative society shall maintain account books and records prescribed by registrar of cooperative societies. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഏത് റൂൾ പ്രകാരമാണ് രജിസ്ട്രാർ സംഘങ്ങളിൽ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മറ്റ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് റൂൾ 29. ഡാഷ് ഈസ് ദി സിസ്റ്റം അണ്ടർ വിച്ച് ദി വർക്ക് ഓഫ് വൺ പേഴ്സൺ ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ സാധാരണ അവലംബിക്കുന്ന ഒരു പ്രാക്ടീസായത് അത് വർക്ക് ഓഫ് വൺ പേഴ്സൺ ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ എനദർ വൺ. അപ്പോൾ ഈ വർക്ക് ഈസ് സോ ഡിസൈൻഡ് ദാറ്റ് ദി വർക്ക് ഓഫ് വൺ ഓഫീസർ ഓർ വർക്ക് ഓഫ് വൺ എംപ്ലോയി ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ എനദർ. ആ സംഗതിക്ക് പറയുന്ന പേരാണ് ആൻസർ ഇൻറ്റേർണൽ ഓഡിറ്റ്, ഇൻറ്റേർണൽ ചെക്ക്, സൂപ്പർവിഷൻ. ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഇൻറ്റേർണൽ ചെക്ക്. അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് ഈസ് ദി സിസ്റ്റം അണ്ടർ വിച്ച് ദി വർക്ക് ഓഫ് വൺ പേഴ്സൺ ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ another. Next question. Dash will give the auditor a clear idea as to what has to be done and how he has to carry out his audit work. അപ്പോൾ ഏതോ ഒന്ന് ഓഡിറ്റർക്ക് ഒരു വ്യക്തമായ ചിത്രം, ഒരു ഐഡിയ നൽകും. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള സംഗതി. അപ്പോൾ അത് ഏതാണെന്ന ചോദ്യം. ആൻസർ ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് ഡയറി, ഓഡിറ്റ് ചാർട്ട്, ഓഡിറ്റ് നോട്ട്. ഇവിടെ ഉത്തരം ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് prepared well in advance or in the preceding month regarding what action he is going to take or what are the duties he shall be going to take up and how he is completing it. Everything is made in the form of a statement and that statement is called audit program. For audit program is prepared by the auditor beforehand and according to this program he plans the audit activities. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ, ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.